GCC രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടെ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഈ GCC രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ കൂടെയാണെന്ന് പറയുന്നത് അമേരിക്കയുടെ വളരെ സന്തോഷത്തോടു കൂടി അമേരിക്കയുടെ കൂടെ നിൽക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെയല്ല. നിവൃത്തികേട് കൊണ്ട് അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്ത് പറയൽ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറയാം, GCC രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു വലിയ അറ്റാക്ക് നടന്നാൽ, ഇറാൻ്റെ ഭാഗത്ത് നിന്ന് GCC രാജ്യങ്ങളിൽ ഒരു അറ്റാക്ക് നടന്നാൽ, അപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇതിൻ്റെ യുദ്ധത്തിന് കാരണം അമേരിക്ക ഇസ്രായേലാണെന്ന് പറയാൻ പോകുന്നത് അല്ലേ? ആ ഒരു ലൈനിലേക്ക് ഇറാൻ മാറിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഇറാൻ വിചാരിക്കുകയാണ് ഞങ്ങളിപ്പോൾ കണ്ണും പൂട്ടി യുദ്ധത്തിന് ഇറങ്ങുകയാണെന്ന് ഇറാൻ വിചാരിച്ചാൽ ഒരു പരിധി വരെയുള്ള ഈ ആക്രമണത്തിന് ഇരയാകുന്ന രാജ്യങ്ങളെല്ലാം പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഭാഗത്ത് ഉത്തരവാദി അമേരിക്കയും ഒരു ഭാഗത്ത് ഉത്തരവാദി ഇസ്രായേലുമാണ് പറഞ്ഞു വരും. ആ രീതിയിലേക്ക് ഇറാൻ തീരുമാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങളെ മുഴുവൻ ഇറാൻ ആക്രമിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്തായിരിക്കും? അമേരിക്കയുടെ ബേസുകൾ മാത്രമുള്ള സ്ഥലങ്ങൾ അങ്ങനെയല്ല. അമേരിക്കയുടെ ബേസുകളുള്ള രാജ്യങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളെല്ലാം ഞങ്ങൾ സുരക്ഷിതരാണ്, ഞങ്ങളുടെ അടുത്തേക്ക് ഇറാൻ ഞങ്ങളുടെ നല്ല ബന്ധത്തിലുള്ള രാജ്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളിലേക്ക് എല്ലാം ആക്രമണം നടത്തും. അതുകൊണ്ടാണ് ഒമാനെ അവർ ആക്രമിക്കരുത്. ഒമാൻ എന്ന് പറയുന്ന ഒരു മീഡിയേഷൻ രാജ്യമാണ്. ആ മീഡിയേഷൻ രാജ്യത്തേക്ക് ആക്രമണം നടത്തണം എന്താ അറിയോ? അവരെല്ലാം പറയും അമേരിക്കയോട് പറയാൻ തുടങ്ങും ഇനി നിങ്ങളിതിന് തീരുമാനം കണ്ടെത്തണം. അപ്പം ഞാൻ പറയുന്നത് ഒരു പരിധി വരെ ചെറുത്ത് നിൽപ്പിന് ശ്രമിക്കുകയുള്ളൂ. കാരണം അതിനുശേഷം ഈ പറയുന്ന മലയാളത്തിൽ പറയുമല്ലോ ഇങ്ങനെ കണ്ടംപററി അടിക്കുക എങ്ങോട്ട് വേണമെങ്കിലും അടിക്കാൻ തീരുമാനിച്ചിരിക്കുക എന്നുള്ള രാജ്യത്തോട് പറയാൻ പോകുന്നത് എന്താണ്? അങ്ങനെ ഒരു രാജ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിനെ അങ്ങോട്ട് അടിച്ച് തീർക്കാൻ തീരുമാനിക്കില്ല. കാരണം അതിൻ്റെ പ്രത്യാഘാതം തിരിച്ചുണ്ടാവും.